ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ നമ്മൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ അല്ലാത്ത, എന്താണ് സുഹ്റ വീഡിയോ അല്ലാത്തതെന്ന്. ഞാൻ മാനസികമായിട്ട് കുറച്ച് ബിസിയിലായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകുമോ? മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ കുറച്ച് സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ടായിരുന്നു. ഹോട്ടലില്ലല്ലോ. അപ്പോൾ നമ്മൾ ചായക്കട ഇല്ല, ചായക്കട ഒഴിവായി. നമ്മളതിൻ്റെ മുകളിൽ എല്ലാ ബാധ്യതകളും ഞാൻ ഒഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ആ ഫീൽഡ് അങ്ങ് വിട്ടു. ഇനിയിപ്പോൾ അടുത്ത കാലത്തൊന്നുമില്ല, മക്കളൊക്കെ വലുതാവട്ടെ, പോകും. നമ്മളതിലേക്ക് തന്നെ ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഇനി ഒരു വീടാവണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വേണം. നമുക്കൊരു വീട് വേണം. വാടക വീടാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചിന്തയിലായിരുന്നു, എങ്ങനെ എന്ത് ഏതാന്നൊക്കെ. ഞാൻ ലൈവ് വന്നിട്ടില്ലായിരുന്നു. ലൈവ് വരാത്തതൊന്നുമല്ല, വീട്ടിൽ മക്കൾ, ഇപ്പോൾ ചൂടുകാലമൊക്കെ അല്ലേ, മക്കൾ കുറച്ച് വികൃതി കുട്ടികളാണ്. അപ്പോൾ കുറച്ച് വികൃതിയും ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ കുട്ടികളെ തന്നെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ കുട്ടികളെ തന്നെ ലൈവിൽ എന്തായാലും ബഹളവും സൗണ്ടൊക്കെ ആകുമ്പോഴേ. അപ്പോൾ അതാണ് കേട്ടോ. ചിലർക്ക് മിസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ വ്ളോഗ് കാണുന്ന പല കൂട്ടുകാർക്കും നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ സ്നേഹം എല്ലാവരോടും. കുറച്ച് പേരൊക്കെ വാട്സപ്പിൽ മെസ്സേജ് തന്നിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി, എന്താണ് സുഹറ ലൈവ് വരാത്തത്. അപ്പം ലൈവിൽ വന്നപ്പോൾ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പേരുടെ സ്നേഹം എൻ്റെ ഒപ്പം ഉണ്ട് എന്നുള്ള പറഞ്ഞതിൽ സന്തോഷം. അപ്പം ഞാൻ മാനസികമായിട്ട് കുറച്ച് ബിസിയായിരുന്നു. ആരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ലല്ലേ, മാനസികമായിട്ട് ബിസി ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ചോദ്യം വരും മനസ്സിലല്ലേ. ചിലർ പുറത്തേക്ക് പറയും. അതെ. അപ്പോൾ അതേ കൂട്ടുകാരെ, മാനസികമായിട്ട് ഇംഗ്ലീഷിൽ എനിക്ക് പറയാൻ അറിയില്ല. ഇംഗ്ലീഷ് അത്ര ഭാഷയല്ല. നമ്മൾ പഴയ 10ാം ക്ലാസ്സാണ്. അപ്പോൾ ഇപ്പം മിക്കവരും സംസാരിക്കുമ്പോൾ പകുതി ഇംഗ്ലീഷായിരിക്കും. എനിക്ക് ഇംഗ്ലീഷ് വേർഡുകൾ വരില്ല കേട്ടോ. കുറച്ചൊക്കെ വരും, ബിസി എന്നൊക്കെ വരും, അത്രേ ഉള്ളൂ. അപ്പം എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ? എൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ അങ്ങനെ ഇനി ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളൊരു തട്ടിലുള്ള ചിന്തയിലാണ്. അപ്പോൾ വ്ളോഗൊക്കെ അടിപൊളിയായിട്ട് കൊണ്ടുപോകണം. നമ്മൾ വീട്ടിലിരുന്ന് എന്ത് വ്ളോഗ് ചെയ്യാനോ, നമുക്ക് നമ്മൾ വീഡിയോസ് അത് കാണാൻ ആളില്ല. ജാസ്മിനും ഗബ്രിയൊക്കെ നല്ലോണം ഓടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ മറ്റേ ജാസ്മിനും. പിന്നെ നമ്മൾ സാജി നിങ്ങളെല്ലാം കുറേ പേര് കാണുന്നുണ്ടാവും അവരുടെ വ്ളോഗ്. അവർക്കും ജീവിത പ്രശ്നങ്ങളാണ്, അതേപോലെ എനിക്കും ഉണ്ട് മക്കളെ ജീവിത പ്രശ്നങ്ങൾ. നമ്മളെല്ലാം വന്ന് പറയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഒരു പെണ്ണ് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയാൽ അവളെ തന്നെ ചൂഷണം ചെയ്യാനും ഒക്കെ ആളുകളുണ്ടല്ലേ. അപ്പോൾ അതുപോലൊരു കാര്യം ഞാൻ ഇപ്പോൾ അടുത്ത് ഫേസ് ചെയ്തു കേട്ടോ. ഇപ്പോൾ നമ്മളെ ഫോണിലേക്ക് ഒരു കോൾ വരണ്ടായി. നമ്മൾ താമസിക്കുന്നുണ്ട് കുറച്ച് ഏരിയയിൽ പെട്ട തന്നെ കേട്ടോ. എന്താല്ലേ, ഇന്നൊരു പെണ്ണിനെ ഒറ്റയ്ക്ക് തനിച്ച് ജീവിച്ചൂടാ എന്നുള്ള ഒരവസ്ഥയാണ്. അത് പണ്ടും അതെ, ഇപ്പോഴും അതെ, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനൊരു മാറ്റം വരില്ലേ, മാറ്റം വരുത്തണ്ടേ എന്നൊക്കെ ചിന്തയിലായിരുന്നു ഞാൻ. വരുമായിരിക്കും. മാറ്റം വരണമെങ്കിൽ അതിനെന്ത് വേണം? ഇതുപോലെ നേരിടുന്ന പെൺകുട്ടികൾ പ്രതികരിക്കാൻ തയ്യാറാണ്. പ്രതികരിക്കണം. പ്രതികരിച്ചാൽ മാത്രമേ അതിനെ അതിജീവിക്കാൻ കഴിയൂ. നമ്മളെ കല്യാണത്തിന് വിഷയങ്ങൾ അങ്ങനെ കണ്ടില്ലേ, സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കുറേ പെൺകുട്ടികൾ മുന്നോട്ട് വന്നു. സ്ത്രീധനം ചോദിക്കുന്ന ആളെ വേണ്ടെന്ന് പറഞ്ഞു.
പെൺകുട്ടികളും കുറച്ച് ഡിമാൻഡുകൾ വെച്ചു. അതുപോലെ തന്നെ ഈ ഒരു കാര്യം ഫേസ് ചെയ്യുമ്പോൾ പെൺകുട്ടികൾ, കുറച്ച് സ്ത്രീകൾ ഇതിൽ മുന്നിട്ടിറങ്ങി വരണം. ഭർത്താവ് മരിച്ച സ്ത്രീ, ഭർത്താവിനാൽ ഉപദ്രവിക്കപ്പെട്ട് നമ്മളെ ഉപേക്ഷിച്ചതാവണം, അല്ലെങ്കിൽ അവരാൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ്, എന്നിട്ട് തനിച്ച് ജീവിക്കുന്ന സ്ത്രീകൾ. അപ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അതൊക്കെ എന്താണ്, അതിജീവിക്കണം. അതിജീവിച്ചേ പറ്റൂ. നമ്മൾ ഒറ്റപ്പെട്ട് പോകുമ്പോൾ, പെട്ടെന്ന് ഒറ്റപ്പെട്ട് പോകുമ്പോൾ പതറും. എനിക്കാ പതർച്ചില്ല കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് വന്നു, ഒറ്റയ്ക്ക് പോകുന്നു, ഒറ്റയ്ക്ക് ജീവിച്ച ആളാണ്. അപ്പോൾ നമ്മൾ ഒറ്റപ്പെടുത്താനും പലരും ശ്രമിക്കും. എന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു. അതാരാന്ന് ഞാൻ പറയട്ടെ. എൻ്റെ ആദ്യത്തെ ഭർത്താവ്. ഞാൻ എല്ലാ തരത്തിലും ഒറ്റപ്പെടണം, പക്ഷെ ഞാൻ ഒറ്റപ്പെട്ടാൽ ഇന്ന് സമൂഹം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ. അത് എൻ്റെ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് അയച്ച കുറേ പേര് ഉണ്ട് എൻ്റെ കൂടെ എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. എന്നെ കേൾക്കാനും എന്നെ ഉൾക്കൊള്ളാനും എന്നോട് സംസാരിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര്. അതിൽ ഇന്ന് എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. ഞാനൊരു ചാനൽ തുടങ്ങിയതും നന്നായി എന്ന് ഞാൻ ആലോചിക്കുന്ന ഒരു ചാനൽ തുടങ്ങി വെച്ചത്. അതുകൊണ്ട് എനിക്കിന്ന് ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. ബന്ധങ്ങളെക്കാളും വിലയുള്ള ഒരുപാട് സൗഹൃദങ്ങൾ ഇന്ന് എനിക്കുണ്ട് കേട്ടോ. അതിൽ ഞാനിന്ന് സന്തോഷവതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ദിവസം ഒന്ന് ഗ്യാപ്പ് ഇട്ടപ്പോൾ എനിക്കും നിങ്ങളെ മിസ് ചെയ്തു കേട്ടോ. ഒരുപാട് മിസ് ചെയ്തു. ഞാൻ ലൈവിലും കുറച്ച് ദിവസം എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പം നിങ്ങളെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു, അതുപോലെ നിങ്ങളെ എന്നെ മിസ് ചെയ്യുന്നു എന്ന് മനസ്സിലായപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. എന്താ മോളെ വ്ളോഗില്ലാത്ത, വീഡിയോ ഇട്, കണ്ടിന്യൂ ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പേഴ്സണലി വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് മനസ്സിനെന്തോ സന്തോഷമുണ്ട്. എന്നാലും ഞാൻ മാനസികമായി ബിസിയാണ്. വീണ്ടും പറയുകയാണ്, ഞാനിപ്പോൾ മാനസികമായിട്ട് ബിസിയാണ്. അപ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും എൻ്റെ ഇനിയുള്ള വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാരണം ഞാനങ്ങനെ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണ്. എനിക്ക് യൂട്യൂബിൽ നിന്ന് ഞാൻ ഒരു പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസുകൾ ഇടണം. അപ്പോൾ വീഡിയോസ് ഇടക്കിടുമ്പോൾ നിങ്ങൾക്കും ബോറാവില്ലേ? എന്താപ്പം അതിൽ കാണാനല്ലേ? അപ്പോൾ കാണാനുള്ള വീഡിയോസൊക്കെ ഇടണം, പുറത്തോട്ട് ഇറങ്ങണം, യാത്ര ചെയ്യണം, യാത്ര വ്ലോഗ് ചെയ്യണം. നമ്മൾ ഈ ചൂടുകാലാവസ്ഥ ഒന്നങ്ങോട്ട് നീങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ചൂടത്ത് ഭയങ്കര ടയേർഡാവുക, ഭയങ്കര ക്ഷീണമാവുക. അപ്പോൾ നല്ല ക്ഷീണം തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ ടയേർഡാവുന്നുണ്ട് ഞാൻ. മാനസികമായിട്ടും ശാരീരികമായിട്ടും നല്ല ടയേർഡായ ഒരവസ്ഥയാണ് കേട്ടോ. ഒക്കെ ഒന്ന് ഉഷാറാൻ വേണ്ടി നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഇത് ചെയ്യുമല്ലോ അല്ലേ? അപ്പോൾ ഒന്ന് അങ്ങനെയാണെങ്കിലും ഒക്കെ വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി. അടുത്ത വീഡിയോ എന്താണെന്നുള്ളത് എനിക്ക് പോലും അറിയില്ല. നാളത്തെ കാര്യം നാളെ എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം നിങ്ങളുടെ അടുത്ത് നിന്ന് സംസാരിച്ചു, എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിലേ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ, എൻ്റെ വീഡിയോസ് പ്രതീക്ഷിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി കുറച്ച് നേരം സംസാരിച്ചു കേട്ടോ. വേറെ ഇതിൽ വലിയ കണ്ടൻറ്റൊന്നുമില്ല, പക്ഷെ നമ്മൾ തുറന്ന് സംസാരിക്കുമ്പോൾ നമ്മളെ മനസ്സ് ക്ലിയർ ആവും. കേൾക്കുന്ന നിങ്ങൾക്കതൊരു സന്തോഷം ഉണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള ഒരാളായിട്ട് നിങ്ങൾക്ക് എന്നെ തോന്നും ഇല്ലേ? നമുക്ക് മറ്റൊരാളുടെ മുഖത്തൊരു പുഞ്ചിരി വിടർത്താൻ കഴിഞ്ഞാൽ അതിനും വരെ സന്തോഷം എന്തല്ലേ? അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുണ്ടെങ്കിൽ വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.